102 സീറ്റുകളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കേരളം ഇനി UDF ഭരിക്കും. 99 സീറ്റിൽ നിന്ന് 35 സീറ്റിലേക്ക് കൂപ്പുകുത്തിയ LDFന്റെ അടിവേരിളക്കിയ തെരഞ്ഞെടുപ്പ് ഫലമാണുണ്ടായിരിക്കുന്നത്. അലയടിച്ച UDF തരംഗത്തിൽ പിണറായി വിജയനടക്കം ആടിയുലഞ്ഞുപോയി. കഷ്ടിച്ചാണ് പിണറായി ധർമ്മടത്ത് രക്ഷപ്പെട്ടത്. പതിറ്റാണ്ടുകളായി ഇളക്കം തട്ടാതിരുന്ന LDFന്റെ ഉരുക്കു ചെങ്കോട്ടകളടക്കം ഇത്തവണ UDF പ്രളയത്തിൽ ഒലിച്ചുപോയി. VD സതീശൻ പ്രവചിച്ചതുപോലെ 1 ഡസനോളം മന്ത്രിമാരാണ് തോൽവിയുടെ രുചിയറിഞ്ഞത്. ചരിത്രത്തിലാദ്യമായി BJP കുറി 3 അക്കൗണ്ട് തുറന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതയാണ്. സെഞ്ചുറി അടിച്ച് ഭരണത്തിലേറുമെന്ന VD സതീശന്റെ വാക്കുകളെ കേരളം അപ്പാടെ നെഞ്ചിലേറ്റിയ കാഴ്ചയാണ് ജനഹിതം പുറത്തുവന്നപ്പോൾ കണ്ടത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്ന് LDF തീർത്തും അപ്രത്യക്ഷമായി. LDF കൺവീനർ TP രാമകൃഷ്ണനെ പേരാമ്പ്രയിൽ മലർത്തിയടിച്ച് ലീഗിന്റെ ഫാത്തിമ തെഹലിയ ചരിത്രത്തിലാദ്യമായി ലീഗിന്റെ വനിതാ MLA ആയി. 64 സീറ്റുകളോടെ കോൺഗ്രസ് സമീപകാലത്തെ മികച്ച പ്രകടനവും 22 സീറ്റുകളോടെ മുസ്ലിം ലീഗ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടവും സ്വന്തമാക്കി. പാലായിലടക്കം തോറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വട്ടപൂജ്യമായപ്പോൾ ജോസഫിന്റെ കേരള കോൺഗ്രസ് 8 മത്സരിച്ച് 7 വിജയിച്ച് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പാർട്ടിയായി. കനത്ത പരാജയത്തിനിടയിൽ G സുധാകരൻ അടക്കമുള്ള വിമതർ നേടിയ വിജയം CPIMന്റെ അടിവേരിളക്കുന്നതാണ്. പാർട്ടി കോട്ടകളിലായിരുന്നു വിമതരുടെ വിജയം. CPI 17 നിന്ന് 9 ചുരുങ്ങി. 3 സീറ്റ് പിടിച്ച് BJPയും കരുത്തറിയിച്ചു. നിയമം തിരിച്ചുപിടിച്ച BJP ചരിത്രത്തിലാദ്യമായി ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും കാവിക്കൊടി പാറിച്ചു. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,